ഹല്ലേലൂയ, ഹല്ലേലൂയ. നമുക്കെല്ലാവർക്കും ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വർഷവും നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട ഇങ്ങനെയൊരു വേദപഠന ക്ലാസ്സിനെ കർത്താവ് ദാനമായി തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ മീറ്റിങ്ങിൻ്റെ പ്രാരംഭ ദിനം മുതൽ ഈ നിമിഷം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യവും കൃപയും അനുഭവിപ്പാൻ ദൈവം നമ്മെ സഹായിച്ചല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ ഹിതപ്രകാരം വിശുദ്ധന്മാരുടെ ആലോചന പ്രകാരം ഇങ്ങനെയൊരു യുവജന മീറ്റിങ്ങിനെ നമുക്ക് ദാനമായി തന്നല്ലോ, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ യുവജന മീറ്റിങ്ങിൻ്റെ തുടക്കം മുതൽ അവസാനം വരെയും ദൈവത്തിൻ്റെ സാന്നിധ്യം ഉണ്ടായിരിക്കണം. കർത്താവ് തന്നെ ഭാരം വഹിച്ച് അനുഗ്രഹമാക്കി തരണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇനിയും വന്നു ചേരേണ്ട എല്ലാ പ്രിയപ്പെട്ടവരും വന്നു ചേരുവാൻ തക്കവണ്ണം കർത്താവ് സഹായിക്കണം. കടന്നു വരുന്നവരുടെ യാത്രകളിലെല്ലാം കർത്താവ് കൂടെ ഇരുന്ന് സുരക്ഷിതമായി തക്ക സമയത്ത് വന്നു ചേരുവാൻ കർത്താവ് സഹായിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ദൈവത്തിൻ്റെ പരിശുദ്ധാത്മാവിൻ്റെ അത്യന്ത ശക്തി നമ്മുടെ മധ്യ ശക്തിയോടെ വ്യാപരിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഈ വൈകുന്നേര സമയത്ത് നമ്മുടെ സർവശക്തനായ ദൈവത്തെ ആത്മാവിൽ പാടി കർത്താവിനെ ആരാധിപ്പാനും ദൈവത്തിൻ്റെ ശബ്ദം ശ്രവിപ്പാനും എല്ലാം കർത്താവ് നമ്മെ സഹായിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. ഇന്ന് ഈ വൈകുന്നേര സമയത്തിൽ കർത്താവ് വലിയൊരു ശക്തിയും കൃപയും പുതുക്കവും അനുഗ്രഹവും കടന്നു വന്നിരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിൽ വലിയ വിടുതലും കർത്താവ് അയക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമ്മൾ ഈ വൈകുന്നേര സമയത്തിൽ കർത്താവിനെ ആരാധിക്കുമ്പോൾ, നമ്മുടെ യേശുവിനെ ഉയർത്തുമ്പോൾ അതിലൂടെ ഉയരുന്ന ശബ്ദ വീഴ്ചകൾ അനേകർക്ക് അതേ അരോചകമായി തീരാതെ അനേകർക്ക് ആശ്വാസവും അനുഗ്രഹവും വിടുതലും രക്ഷയുമായി തീരുവാൻ കർത്താവ് അത്ഭുതം പ്രവർത്തിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. വിശുദ്ധന്മാരെ എല്ലാം കർത്താവ് കരങ്ങളിലെടുത്ത് ഉപയോഗിക്കണം, അതിനായി സ്തോത്രം ചെയ്യാം. സ്തോത്രം, 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 സ്തോത്രം. നമുക്ക് ആവശ്യമായ ദൈവത്തിൻ്റെ ആലോചന ദൈവം നമ്മോട് അരുളി ചെയ്യണം, അതിനായി സ്തോത്രം ചെയ്യാം. ஸ்தோத்திரம், 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 ஸ்தோத்திரம். எங்களை நேசிக்கிற நல்ல தகப்பனே, ஆசீர்வதிக்கப்பட்டதான் இந்த மத்தியான நேரத்துக்காய் நன்றியோடு நாங்களுமே துதிக்கிறோம், ஸ்தோத்தரிக்கிறோம். கர்த்தர் எங்களை நேசித்தபடினாலே, எங்களுடைய பிள்ளைகளை நேசித்தபடினாலே இப்படிப்பட்டதான ஒரு வாலிபர் கூட்டம் நடத்தும்படி நல்ல ஒரு தருணத்தில் எங்களுக்கு இதையெல்லாம் ஆயத்தப்படுத்தி கொடுத்தபடினாலே நன்றியோடு நாங்களுமே துதிக்கிறோம், ஸ்தோத்தரிக்கிறோம். இந்த கூட்டம் முழுவதுமாய் ஆவியானோர் பொறுப்படுத்தி நடத்தும்படியாக நம்முடைய திருக்கரத்தில் தருகிறோம். தொடக்கம் முதல் முடியும் மட்டும் நம்முடைய சமூகம் காணப்படணுமே. ஒவ்வொரு வாலிபரை நீ சந்தித்து உயிர்ப்பிக்கணுமே. நம்முடைய நித்தியமான நோக்கம் ஒவ்வொருடைய ஜீவியத்தை குறித்ததான் நம்முடைய திட்டத்தை தெளிவுபடுத்தும் ஆண்டவரே. இந்த பூமியில் நீ ஜீவித்த நாட்களில் வாலிபனுடைய கண்களை திறந்த பொழுது எல்லா மனுஷரையும் அவன் தெளிவாய் கண்டான் என்று நாங்கள் வாசிக்கிறோமே. ஆனபடினால் தன்னை நேசிக்கிறதான் ஆண்டுடைய அன்பின் ரூபத்தையும் ஆண்டுடைய மகிமையும் எல்லாம் தெளிவாய் காணும்படியாக இந்த பூமியும் இதன் பின்னே கிரியை செய்கிற சாத்தானுடைய கிரிகள் எல்லாம் கண்டறிந்து கொண்டு அவைகளை பகுத்தறிந்து கொண்டு அவைகளுக்கு விலகி தப்பிக்கும்படி இந்த கூட்டம் ஒவ்வொருவருக்கும் பிரயோஜனமாய் அமையட்டும். உமது நாம மாத்திரம் மகிமைப்படட்டும். தாழ்த்தி தருகிறோம். இயேசு கிறிஸ்துவின் நாமத்தில் ஜெபிக்கிறோம் நல்ல பிதாவே. We'll start with the English song. പാട്ടുതാളിലുള്ള ഇംഗ്ലീഷ് പാട്ട് പാടിക്കൊണ്ട് നമുക്ക് ആരംഭിക്കാം. Keyboard. How many of you know this song already? എത്ര പേർക്ക് ഈ പാട്ട് അറിയാം? Okay, we'll sing. It's a very simple song. We'll all sing together. ഇത് വളരെ ലളിതമായൊരു പാട്ടാകും, നമുക്കെല്ലാം ചേർന്ന് പാടാം. In moments like these, I will sing out a song
I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Now you all join with us and sing a little louder. ഇപ്പോൾ നിങ്ങൾ എല്ലാവരും ഞങ്ങളോട് ചേർന്ന് അല്പം കൂടി ഉച്ചത്തിൽ പാടുക. God willing, we'll divide these 2 hours into 4 sessions. ദൈവം അനുവദിച്ചാൽ ഈ നമ്മുടെ യൂത്ത് മീറ്റിങ്ങിനെ 4 ഭാഗങ്ങളായി 4 വിധങ്ങളായി നാം തിരിക്കുന്നു. The first half an hour, we learn some songs and worship. ആദ്യത്തെ അരമണിക്കൂർ നാം പാട്ടുകൾ പാടുകയും ആരാധിക്കുകയും ചെയ്യുന്നു. After that, we'll have about half an hour of FAQ. അതിനുശേഷം അരമണിക്കൂർ FAQ അല്ലെങ്കിൽ നിങ്ങളുടെ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കാം. If you all have any questions, write them on a piece of paper and pass them forward. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയങ്ങൾ ചോദ്യങ്ങൾ ഉണ്ടെങ്കിൽ ഒരു പേപ്പറിൽ എഴുതി നിങ്ങൾക്ക് മുൻപോട്ട് തരാം. The next half an hour, I'll share the word of God with you. അടുത്ത അരമണിക്കൂർ ഞാൻ നിങ്ങളോട് ദൈവവചനം പങ്കിടും. The last half an hour, we'll give room to the Holy Spirit. അവസാനത്തെ അരമണിക്കൂർ നാം പരിശുദ്ധാത്മാവിന് ഇടം നൽകും. Okay, now we'll all sing this song together. ഇപ്പോൾ നാം എല്ലാവരും ചേർന്ന് ഈ പാട്ട് പാടാം. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Again, loudly. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Now, I can hear all the microphone singers singing. I can't hear you singing. മൈക്കിൽ പാടുന്നവരുടെ പാട്ട് മാത്രമാണ് ഞങ്ങൾ ഇവിടെ കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ആരുടെയും തന്നെ ശബ്ദം കേൾക്കുന്നില്ല. The song says, in moments like these, I will lift up my voice. ഈ പാട്ട് ഇപ്രകാരം പറയുന്നല്ലോ, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ സാഹചര്യങ്ങളിൽ ഞാൻ എൻ്റെ ശബ്ദം നന്നായി ഉയർത്തും. So please lift up your voice and sing. ആകയാൽ ദയവായി നിങ്ങളുടെ ശബ്ദം ഉയർത്തി പാടുക. When all of you sing together, it will sound very beautiful. നാം എല്ലാവരും കൂടി ചേർന്ന് പാടുമ്പോഴാകുന്നു പാട്ട് മനോഹരമായി തീരുന്നത്. Okay, again, loudly. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord.
voice louder. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. I will sing once again with you all. ഞാൻ ഒരു പ്രാവശ്യം കൂടി നിങ്ങളോടുകൂടി ചേർന്ന് പാടാം. Second time I will start, you all have to continue. രണ്ടാമത്തെ പ്രാവശ്യം ഞാൻ തുടങ്ങി തരും, പിന്നെ നിങ്ങൾ പാടിക്കണം. So lift up your voice and sing. Practice it well this time. ആകയാൽ ഈ പ്രാവശ്യം കൂടി നല്ലപോലെ നിങ്ങൾ ഇത് പരിശീലിച്ച് ശബ്ദമുയർത്തി പാടുക. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Much better. Now we'll start. You all continue. ഇപ്പോൾ നിങ്ങൾ കുറച്ചുകൂടി നല്ലതായി പാടി. ഇപ്പോൾ ഞങ്ങൾ പാടി ആരംഭിച്ചു തരും, നിങ്ങൾ തുടർന്ന് പാടുക. In moments like these, I will sing out a song. Very good. Singing. Very good. Everyone, again. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing, I love you, Lord. Singing, I love you, Lord. I love you. Now, clap your hands and sing, but don't increase the tempo. ഇപ്പോൾ കൈയടിച്ച് നിങ്ങൾക്ക് പാടാം, എന്നാൽ ദയവായി ഈ പാട്ടിന്റെ വേഗം നിങ്ങൾ കൂട്ടരുത്. Those who haven't got their hymn sheets, please put up your hands. ഇതുവരെയും പാട്ട് താൾ കിട്ടാത്തവരുണ്ടെങ്കിൽ ദയവായി കൈ ഉയർത്തിയാട്ടെ. Someone go and get the sheets and distribute it, please. Put up your hands, those who haven't got your sheets. ഇനിയും പാട്ട് താൾ കിട്ടാത്തവർ മുൻപിൽ കിട്ടാനുണ്ട്. Okay, we'll clap our hands now and sing, but don't go too fast. ഇപ്പോൾ നാം കൈയടിച്ച് പാട്ട് പാടുവാൻ പോകുന്നു, പക്ഷേ ദയവായി വേഗത്തിൽ പാടരുത്. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing, I love you, Lord. Singing,
first day, while speaking about the love of God, I asked a question. ആദ്യത്തെ ദിവസം ഇവിടെ ദൈവവചനത്തെ പറ്റി പ്രസംഗിക്കുമ്പോൾ ഞാനൊരു ചോദ്യം ചോദിച്ചിരുന്നു. We all know God loves us. നമുക്കെല്ലാം അറിയാം ദൈവം നമ്മെ സ്നേഹിക്കുന്നു. But it's been many days since we told Jesus, I love you. എന്നാൽ യേശുവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് ഒത്തിരി ദിവസമായി. Whenever we sit in prayer, we are praying, give me this, give me that, help me in this, help me in that. എപ്പോഴെല്ലാം പ്രാർത്ഥനയ്ക്ക് ഇരിക്കുന്നുണ്ടോ കർത്താവേ അത് തരണമേ ഇത് തരണമേ ഇന്നത് ചെയ്യണമേ എന്നെല്ലാം നാം പ്രാർത്ഥിച്ച് അവസാനിപ്പിക്കും. One man said, most of our prayer is giving God ideas. ഒരു വ്യക്തി ഇപ്രകാരം പറയുവാനിടയായി തീർന്നു, നമ്മുടെ അനേക പ്രാർത്ഥനകളും ദൈവത്തിന് നമ്മൾ അങ്ങോട്ട് തന്നെ ഐഡിയകൾ, ഓരോ ആലോചനകൾ പറഞ്ഞു കൊടുക്കുന്ന രീതിയിലാണ്. So we don't tell I love you. കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് നാം പറയാറില്ലല്ലോ. Now we are saying, in moments like these, in a youth camp like this, I want to say I love you, Jesus. ഇപ്പോൾ നാം ഈ പാട്ടിൽ കൂടി പാടിയത് ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ അഥവാ ഇങ്ങനെയുള്ള യുവജന മീറ്റിംഗിൽ കൂടി കർത്താവേ ഞാൻ നിന്നെ സ്നേഹിക്കുന്നു എന്ന് പറയുന്നു. Let me tell you something. ഞാൻ നിങ്ങളോടൊരു കാര്യം പറയട്ടെ. A body without a soul or spirit is called a dead body. ആത്മാവ് അഥവാ പ്രാണനില്ലാത്ത ഒരു ശരീരത്തെ ശവശരീരം എന്നാണല്ലോ വിളിക്കുന്നത്. In the same way, when you sing a song, there is an emotion behind it. There is a thought behind it. Without emotions, without thought, if you're going to sing only the song, it's called a dead body. അതുപോലെ തന്നെ ഒരു പാട്ട് നാം അതിൻ്റെതായ വികാരങ്ങളില്ലാതെ, അതിൻ്റെതായ ചിന്തകളില്ലാതെ, മനസ്സാന്നിധ്യമില്ലാതെ, ധ്യാനിക്കാതെ പാടിക്കഴിഞ്ഞാൽ അതൊരു മരിച്ച ഒരു ശവശരീരം പോലെ തന്നെയാകും. So now we are going to give life to this song. ആകയാൽ നാം ഇപ്പോൾ പാട്ടിന് ജീവൻ നൽകുവാൻ പോകുന്നു. Clap your hands. കൈയടിക്കാം. And think of Jesus. You are talking to Jesus, Lord, I want to sing a song to you. അതുപോലെ തന്നെ യേശുവിനോട് നേരിട്ട് സംസാരിക്കാം. കർത്താവ് യേശുവേ ഞാൻ നിന്നെ കാണുന്നു എന്നുള്ള വിധത്തിൽ ഞാൻ അങ്ങയെ സ്നേഹിക്കുന്നു. So now we are on the stage, Jesus is the audience. ഇപ്പോൾ നാം എല്ലാവരും ഈ സ്റ്റേജിലായിരിക്കുന്നു, യേശു ഒരു അതിഥിയായി ഓഡിയൻസ് ആയിട്ട് ഇവിടെ നിൽക്കുന്നു. So we are going to sing. In moments like this, we want to celebrate you. We love you, Lord. അപ്പോൾ നാം പറയുവാൻ ആഗ്രഹിക്കുന്ന കർത്താവ്, ഇങ്ങനെയുള്ള സന്ദർഭങ്ങളിൽ ഞങ്ങൾ ഇത് ആഘോഷിക്കുവാനും ഞങ്ങൾ നിന്നെ സ്നേഹിക്കുന്നുവെന്ന് നിന്നോട് അറിയിക്കുവാനും ആഗ്രഹിക്കുന്നു. By now you should have learnt this song by heart. If possible, close your eyes and sing. ഈ സമയം കൊണ്ട് തന്നെ ഇത്രയും പാടിയപ്പോൾ തന്നെ നിങ്ങൾ ഈ പാട്ട് പഠിച്ചിരിക്കാം. അതുകൊണ്ട് കഴിയുന്നവർ കണ്ണടച്ച് കൈയടിച്ച് ഈ പാട്ട് പാടുക. In moments like these, I will sing out a song. I will sing out a new song to Jesus. In moments like these, I will lift up my voice. I will lift up my voice to the Lord, singing I love you, Lord, singing I love you, Lord, singing I love you, Lord, I love you, singing I love you, Lord, singing I love you, Lord, singing I love you, Lord, I love you. Now we'll sing the first song, the Tamil song. അപ്പോൾ ആദ്യത്തെ തമിഴ് പാട്ട് പാടാം. Those who know, many of you will know this song already. You all can sing along. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும், சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும், சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். அருள் தாருமே, பலன் தாருமே, அருள் தாருமே, பலன் தாருமே, அனல் மூட்டுமே, என்னை மாற்றுமே,
சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். Now we'll all lift up our voice and sing and clap our hands. എല്ലാവരും നാം ശബ്ദമുയർത്തി പാടി കൈയടിച്ച് ചേർന്ന് പാടാം. As you know, there's no drum here, so you have to clap your hands and give the rhythm. ഇവിടെ പ്രത്യേകിച്ച് ഡ്രംസ് ഒന്നും ഇല്ലാത്തതുകൊണ്ട് നിങ്ങൾ തന്നെ കൈയടിച്ച് പാടി പാട്ടിന് താളം നൽകണം. Clapping the hands is not only for rhythm, it's part of worship. The Bible says, clap your hands and sing. കൈയടിക്കുന്നത് അത് താളത്തിന് വേണ്ടി മാത്രമല്ല, വേദപുസ്തകം വചനം പറയുന്നതിനനുസരിച്ച് നിങ്ങൾ കൈത്താളങ്ങളോടുകൂടി കർത്താവിനെ പാടി സ്തുതിക്കണം. We'll all clap our hands and sing loudly. ആകയാൽ നാം എല്ലാവരും കൈയടിച്ചിപ്പോൾ ഉച്ചത്തിൽ പാടാം. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். அருள் தாருமே, பலன் தாருமே, அருள் தாருமே, பலன் தாருமே, அனல் மூட்டுமே, என்னை மாற்றுமே, அனல் மூட்டுமே, என்னை மாற்றுமே. உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற வேண்டும். உந்தன் நாமம் சொல்லி உந்தன் அன்பில் மூழ்கி உமக்காய் வாழ வேண்டும். சிலுவை
சிலுவையை சுமந்து சிந்தையிலே ஜெயித்து சுத்தனாக மாற கோட்டைகள் கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும், கோட்டைகள் தகர்ந்திடட்டும், கொடிகளும் பறந்திடட்டும். இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும், இயேசுவின் நாமம் ஒன்றே பாரினில் உயர்ந்திடட்டும். Now we are going to close our eyes and sing. നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കണ്ണുകൾ അടച്ച് ഈ പാട്ട് പാടാം. The second stanza says, കോട്ടകൾ തകർന്നിടട്ടും, let the fortresses be broken. രണ്ടാമത്തെ ചരണത്തിൽ നാം പാടിയതുപോലെ കോട്ടകൾ തകർന്നിടട്ടെ, അഥവാ എല്ലാ ശത്രുവിന്റെ കോട്ടകളും തകർന്നിടണം. And let the flags of victory be hoisted. എല്ലാ ജയത്തിന്റെ കൊടികളും നമ്മുടെ മധ്യേ പറന്നുയരണം. And let the name of Jesus alone be glorified in our midst. യേശുവിന്റെ നാമം മാത്രം നമ്മുടെ മധ്യത്തിൽ ഈ ഭൂമിയിൽ ഉയർത്തപ്പെടണം. What are these fortresses? ഈ കോട്ടകൾ എന്താകുന്നു? So many things that are going on in our mind. നമ്മുടെ മനസ്സിൽ കൂടി കടന്നു പോകുന്ന അനേക കാര്യങ്ങൾ. Recently one young girl said, അടുത്തിടെ ഒരു യൗവനക്കാരിയായ പെൺകുട്ടി പ്രകാരം പറഞ്ഞു, brother, I saw some videos now that's coming in my mind, I feel like I'm going mad. ബ്രദർ, ഞാൻ ചില വിശ്വാസികളെ കണ്ടു, എന്നാൽ Videos, I saw some ഞാൻ videos. ചില വീഡിയോകൾ കണ്ടു. അതിപ്പോൾ കണ്ടു കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഭ്രാന്ത് പിടിക്കുന്നത് പോലെ തോന്നുന്നു. എൻ്റെ മനസ്സിൽ അതെപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. So all these things that we see and hear and interact with, they play with our minds. When we come and sit in God's presence, they will come and interfere. ആകയാൽ നാം കാണുകയും കേൾക്കുകയും ഇടപഴകുകയും ചെയ്യുന്ന അനേക കാര്യങ്ങൾ നമ്മുടെ മനസ്സിൽ കടന്നുകൂടി നാം ദൈവസന്നിധിയിൽ കടന്നു വരുമ്പോൾ അതെല്ലാം നമ്മെ അസ്വസ്ഥമാക്കിക്കൊണ്ടിരിക്കുകയാകും. So we'll first of all lift up our hands and offer about 100 praises to God that those fortresses might be broken. ആകയാൽ പാട്ട് പാടുന്നതിന് മുമ്പേ നമുക്ക് എല്ലാവർക്കും ഇപ്പോൾ കരങ്ങൾ ഉയർത്തി ഇങ്ങനെയുള്ള സകല കോട്ടകളും തകർന്നു വീഴേണ്ടതിനായി ശക്തിയോടെ ഒരു 100 സ്തോത്രം ചെയ്താട്ടെ. Stand on your knees and lift up your hands and praise God 100 times. എല്ലാവരും മുഴങ്കാലിൽ നിന്ന് കരങ്ങളെ ഉയർത്തി ഇപ്രകാരം ശക്തിയായി സ്തോത്രം ചെയ്യാം. As you praise God, let those fortresses be broken. നിങ്ങൾ സ്തുതിക്കുമ്പോൾ തന്നെ, സ്തോത്ര ശബ്ദം മുഴങ്ങുമ്പോൾ തന്നെ അങ്ങനെയുള്ള എല്ലാ കോട്ടകളും തകർന്നു വീഴുവാൻ ഇടയാകണം. When you praise God, think of your Savior, your Almighty God. Bring Him before you. നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ നിങ്ങളുടെ രക്ഷകനെ, നിങ്ങൾക്ക് വേണ്ടി ജീവൻ നൽകിയവനെ നിങ്ങളുടെ കണ്ണിന് മുമ്പിൽ ആത്മാവിൽ നിങ്ങൾ കൊണ്ടുവരിക. Remember His power and praise Him. അവന്റെ ശക്തി എന്തെന്ന് നിങ്ങൾ മനസ്സിലാക്കിക്കൊണ്ട് അവനെ നിങ്ങൾ സ്തുതിക്കുക. Some of you can't even close your eyes. നിങ്ങളിൽ ചിലർക്ക് ഇപ്പോൾ കണ്ണുകൾ അടയ്ക്കാൻ കൂടി സാധിക്കുന്നില്ല. But that fortress is going to be broken in Jesus' name. എന്നാൽ യേശുവിന്റെ നാമത്തിൽ ഇപ്പോൾ ആ കോട്ടകളും തകർന്നു വീഴുവാൻ പോകുന്നു. Some of you are not able to concentrate. ചിലർക്ക് ഇപ്പോൾ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയുന്നില്ല. But as you praise God, that fortress will be broken. എന്നാൽ നിങ്ങൾ കർത്താവിനെ സ്തുതിക്കുമ്പോൾ അങ്ങനെയുള്ള സകല കോട്ടകളും തകർന്നു വീഴുവാൻ പോകുന്നു. Oh man of God, praise God. ഓ ദൈവപുരുഷ, ദൈവമക്കളെ, കുഞ്ഞുങ്ങളെ, നിങ്ങൾ ദൈവത്തെ സ്തുതിച്ചാട്ടെ. Oh soldier of Jesus Christ, praise God. യേശു ക്രിസ്തുവിന്റെ പടയാളിയെ നിങ്ങൾ കർത്താവിനെ സ്തുതിച്ചാട്ടെ. Stotram, stotram, stotram. Stotram, stotram. Amen. Louder, louder. Praise God, louder. എല്ലാവരും ഉച്ചത്തിൽ സ്തോത്രം പറഞ്ഞാട്ടെ. Stotram, 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 stotram. Shabadu anamau samtuda. Stotram, 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 stotram. Shida bhaktunanka samtudi biganamau shamankaramani amtuda. Stotram, 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 stotram. Stotram, 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 stotram. As you are praising God,
നിങ്ങൾ ദൈവത്തെ സ്തുതിക്കുമ്പോൾ തന്നെ God's presence is intensifying in this place. ദൈവത്തിന്റെ സാന്നിധ്യം ഇവിടെ അധികമായ തീവ്രമായ നിലയിൽ നമ്മുടെ മധ്യേ ഇറങ്ങി വന്നിരിക്കുകയാണ്. As His presence intensifies, all these fortresses will be scattered. ദൈവ സാന്നിധ്യത്തിന്റെ തീവ്രത നമ്മുടെ മധ്യത്തിൽ വർദ്ധിക്കുമ്പോൾ തന്നെ പിശാചിന്റെ സകല കോട്ടകളും തകർന്നു വീഴുവാൻ ഇടയാകും. Just few more seconds, praise God. അല്പസമയം കൂടി, ചില നിമിഷങ്ങൾ കൂടി ചേർന്ന് സ്തോത്രം ചെയ്യാം. Praise Him because your God is an almighty God. നിന്റെ ദൈവം സർവശക്തനായ ദൈവമായത് കൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്താട്ടെ. Because He's a holy God. അവൻ വിശുദ്ധനായ ദൈവമായത് കൊണ്ട് ചേർന്ന് സ്തോത്രം ചെയ്യാം. സ്തോത്രം യേശുവേ, സ്തോത്രം 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 സിദബത്തുദാ ശബക്കതുദാ ശബക്കലംതുദാ സ്തോത്രം 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 സ്തോത്രം. Amen. Now you're going to clap your hands and sing. ഇപ്പോൾ നിങ്ങൾ കൈയടിച്ച് നാം എല്ലാവരും ചേർന്ന് പാടുവാൻ പോകുന്നു. You know, our warfare is not with swords and knives and sticks and guns. അതെ, നമുക്കറിയാം നമ്മുടെ പോരാട്ടം, നമ്മുടെ യുദ്ധം കത്തിയും കുന്തവും വാളും പരിചയും ഇങ്ങനെയുള്ള അക്ഷരികമായ വസ്തുക്കളെ കൊണ്ടല്ല. Our weapon is clapping our hands and singing and shouting praise the Lord. നമ്മുടെ ആയുധങ്ങൾ കൈ തട്ടുന്നത്, നാം ഉച്ചത്തിൽ പാടുന്നത്, ദൈവത്തെ സ്തുതിക്കുന്നത് ഒക്കെ ആകുന്നു. So clap your hands, that's your weapon. ആകയാൽ ഇപ്പോൾ കൈയടിക്കുക, കൈയടിച്ച് ചേർന്ന് പാടുക, അതാകുന്നു നമ്മുടെ ആയുധം. Sing loudly, that's your weapon. ഉച്ചത്തിൽ ശബ്ദമുയർത്തി പാടുക, അതൊരു ആയുധമാകുന്നു. Believe in your powerful Jesus, that's your weapon. നിന്റെ ശക്തിയേറിയ യേശുവിൽ നീ വിശ്വസിച്ച് പാടുക, അതൊരു ആയുധമാകുന്നു. കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. ആമേൻ. യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, കോട്ടകൾ തകർന്നിടട്ടും, കൊടികളും പറന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. ആമേൻ. യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും, യേശുവിൻ നാമം ഒന്നേ പാരിനിൽ ഉയർന്നിടട്ടും. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Yarama Sankarama Shabala Dia Sabankaraba Yaturama Sabakaramani Amtuda. Thank you, Jesus. We praise you, Jesus. We praise you, Jesus. We praise you. Amen. Don't feel shy. ഇപ്പോൾ നിങ്ങൾ ലജ്ജിക്കരുത്. Don't be afraid. ഇപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട ആവശ്യമില്ല. Fear and shyness are weapons of the devil. ഈ ഭയവും ലജ്ജയും എല്ലാം പിശാചിന്റെ ആയുധങ്ങളാണ്. You're clapping your hands and you're speaking in tongues are weapons of Jesus Christ. എന്നാൽ നിങ്ങൾ കൈയടിച്ച് ആത്മാവിൽ നിറഞ്ഞ അന്യഭാഷയിൽ പാടുന്നതോ അത് യേശു നൽകിയ ആയുധങ്ങളാകുന്നു. Who is going to win in your body? നിന്റെ ശരീരത്തിൽ ആർ വിജയിക്കുവാൻ പോകുന്നു? Who is going to win in your mind? നിന്റെ മനസ്സിൽ ആർ വിജയിക്കുവാൻ പോകുന്നു? Who is going to win in your future? നിന്റെ ഭാവിയിൽ ആർ വിജയിക്കുവാൻ പോകുന്നു? Let the Holy Spirit control your body. പരിശുദ്ധാത്മാവ് നിന്റെ ശരീരത്തെ നിയന്ത്രിക്കട്ടെ. Let the Holy Spirit control your mind. പരിശുദ്ധാത്മാവ് നിന്റെ മനസ്സിനെ നിയന്ത്രിക്കട്ടെ. Let the Holy Spirit control your future. പരിശുദ്ധാത്മാവ് നിന്റെ ഭാവിയെ നിയന്ത്രിക്കട്ടെ. Jesus, thank you, Jesus, thank you, Jesus. Yes, we, yes, we. Stot, shidara baktidan kalau shabankaramani amtuda. Thank you, Jesus. Thank you, Jesus. Sirabau shadari bantudankala, sibara bantudankala, riyama sabruhanya rabau shabankalamani amtuda. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus. Thank you, Jesus.
യേശുവേ 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 സ്തോത്രം യേശുവേ ശിദറബക്കലബസബക്കരബന മംകലംതുദ റിയലബസബർനഹന്തുദങ്കര. Thank you Jesus, thank you Jesus, amen. Now we are going to sing the Malayalam song. Just be on your knees, continue to be on your knees. നിങ്ങൾ മുഴങ്കാലിൽ തന്നെ നിൽക്കുക. മലയാളം പാട്ടുകൂടി പാടി നമുക്ക് പാടാം. Most of you know it by heart, so just close your eyes and sing. ഏറെക്കുറെ എല്ലാവർക്കും ഈ പാട്ട് കാണാതെ അറിയാവുന്നതാണ്. അതുകൊണ്ട് എല്ലാവരും കണ്ണടച്ച് തന്നെ പാടുക. It's a song we are making a decision. ഇത് ഒരു തീരുമാനം എടുക്കുന്ന ഒരു ഗാനമാകുന്നു. Lord, I've been loving so many other people, so many other things, but today I make a decision. I will love you more than everything else. കർത്താവേ, ഞാൻ അനേക വ്യക്തികളെ അനേക വസ്തുക്കളെ ഒക്കെ സ്നേഹിക്കുന്നുണ്ട്. പക്ഷേ ഇനി ഞാൻ പൂർണ്ണമായി ഞാൻ നിന്നെ മാത്രം സ്നേഹിക്കും എന്ന ഒരു തീരുമാനമാകുന്നു ഈ പാട്ടിലുള്ളത്. Close your eyes and join us and make this decision towards Jesus. ആകയാൽ ഇപ്പോൾ എല്ലാവരും കണ്ണുകൾ അടച്ച് തീരുമാനത്തോടുകൂടി എല്ലാവരും നമുക്ക് ചേർന്ന് പാടാം. സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. മുഴുമനസ്സോട് ആരാധിക്കും മുഴുവനത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 ആരാധിക്കും. സ്നേഹിച്ചിടും സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. സ്നേഹിച്ചിടും ഞാൻ അധികമധികമായി ആരാധിക്കും ഇനിയും ആവലായി. മുഴുമനസ്സോട് ആരാധിക്കും മുഴുബലത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 മുഴുമനസ്സോട് മുഴുമനസ്സോട് ആരാധിക്കും മുഴുബലത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 മുഴുമനസ്സോട് മുഴുമനസ്സോട് ആരാധിക്കും മുഴുബലത്തോട് സ്നേഹിച്ചിടും ആരാധിക്കും 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 Thank you Jesus. Stotram Yeshuve stotram Yeshuve stotram Yeshuve stotram. Thank you Jesus. 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 Stotram Yeshuve stotram Yeshuve stotram. Amen. Hallelujah.